അവിടെ ലൈറ്റ്സ് ഇല്ലേ? ഉണ്ടല്ലോ. ഒരു പാക്കറ്റ്. നീ അശോകന്റെ മോനല്ലേ? അതെ. എവിടുന്നാ വരുന്നേ? ഞാൻ എറണാകുളത്ത് നിന്നാ. പഠിപ്പൊക്കെ കഴിഞ്ഞു അല്ലേ? ആ അതെ. ആ പോയ ആളെ മനസ്സിലായടോ? ഇല്ല. അതെ, നമ്മളെ അശോകന്റെ മോനാ. ഏത്? ആ ലോട്ടറി വിൽക്കുന്ന അശോകന്റെ. നമ്മളെ കളത്തിപ്പറമ്പിലെ അശോകനോ? അവൻ തന്നെ. അവനിപ്പം വലിയ ഡോക്ടറാ. അവൻ വീട്ടിൽ നിന്ന് വരെ ചോദിക്കുന്നുണ്ടോ? അവൻ ചികിത്സിക്കാനൊന്നും തുടങ്ങിയിട്ടില്ല, ഒരു ക്ലിനിക്ക് തുടങ്ങണമെന്ന് അശോകൻ പറയുന്ന കേട്ട്. ഓരോരോ ഭാഗ്യം. എത്രമാത്രം കഷ്ടപ്പെട്ടാവും മക്കളെ വളർത്തിയത്. അശോകന്റെ ഭാര്യ ഇപ്പൊ പണിക്ക് പോകുന്നില്ലേ? ഉണ്ടല്ലോ, വീടുകളില് പണിക്കാ പോക്ക്. ഇതാ പറഞ്ഞ് കഷ്ടപ്പെട്ടാ നല്ല കാലം വരും. എടാ മോനെ, നീ കുടിച്ചിട്ടുണ്ടാ? ആ കുറച്ച്. ഇന്നു മുതലാടാ നീ ശീലം തുടങ്ങിയേ? ഇന്നു മുതൽ. നിനക്ക് എന്താടാ പറ്റിയേ? ഞാൻ എന്റെ വിഷമം കൊണ്ട് കുടിച്ചതാ. നിനക്ക് എന്താടാ വിഷമം? അച്ഛന്റെ ജോലിയെ പറ്റി എല്ലാരും കുറ്റം പറയാം. കൂട്ടുകാർക്കൊക്കെ എന്നോട് പുച്ഛവും പരിഹാസമാ. അവരുടെ കാര്യം നീ എന്തിനാ നോക്കുന്നേ? അവർക്ക് അവരുടെ കാര്യം, നമുക്ക് നമ്മുടെ കാര്യം. അവരൊന്നും അല്ലല്ലോ നിന്നെ പഠിപ്പിച്ചത്. അച്ഛന് ജോലിക്ക് പോണ്ട. ജോലി എന്ന് പറഞ്ഞാൽ ലോട്ടറി വിൽക്കാൻ പോണ്ട. വേറെ എന്തിനെങ്കിലും പോയിക്കോട്ടെ. എനിക്കത്ര പറയാനുള്ളൂ. ഞാൻ വേറെ എന്ത് പണി ചെയ്യാനാ? എനിക്കറിയാവുന്ന പണി ഇത് മാത്ര. വേറൊരു പണിയും ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റില്ല. അച്ഛൻ ഇനി ജോലിക്ക് പോകണ്ട. അച്ഛൻ ജോലിക്ക് പോകുന്നത് ഞങ്ങൾക്ക് കുറച്ചില്ല. അച്ഛന്റെ ഈ ജോലി കാരണം കൂട്ടുകാരുടെ മുഖത്ത് പോലും നോക്കാൻ കഴിയുന്നില്ല. എന്നു മുതലടി നിനക്കൊക്കെ മുഖത്ത് നോക്കാൻ പറ്റാതായത്? അവളുടെ കൂട്ടുകാര്. അതൊക്കെ ശരി തന്നെ, പക്ഷെ അച്ഛൻ ഈ ജോലിക്ക് പോകുന്നത് ഞങ്ങൾക്ക് ഇഷ്ടമല്ല. അങ്ങനെയൊന്നും പറയരുത് മക്കളെ. ഞാൻ ഈ പണി ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. ഈ പണിയെടുത്താ ഞാൻ ഇന്ന് വരെ നിങ്ങളെ വളർത്തിയത്. അച്ഛൻ എന്തൊക്കെ പറഞ്ഞാലും ഈ ജോലിക്ക് ഞങ്ങൾ വിടില്ല. അത് നമുക്ക് ആലോചിക്കാം. അല്ലേ, നീ ചോറെടുത്ത്. ആ വാസു, ഒരു ടിക്കറ്റ് എടുക്കട്ടെ. എനിക്ക് യോഗയില്ല. ആർക്കാണോ യോഗ ഇല്ലാത്ത? ഒരു ടിക്കറ്റ് എടുക്കട്ടെ. ഒന്ന് പോടാ. ഞാൻ നിന്നെയും നോക്കി നിൽക്കുക. എന്താ മാഷേ? പിന്നെ പെരുന്നാളൊക്കെ വരികയല്ലേ, അപ്പൊ ഉമ്മക്ക് ഒന്നിച്ചെന്ന് ഒരു പിടി ചോറ് തിന്നാലോ? ഞാൻ വരും മാഷേ, എല്ലാ കൊല്ലവും വരുന്നല്ലേ. അറിയാലോ എനിക്ക് ഈ നാട്ടിൽ ഏറ്റവും നല്ല ചങ്ങ ഇഞ്ഞല്ലേ ഉള്ളൂ. നിന്റെ ടിക്കറ്റൊക്കെ ചെലവായോ? ഓ, ഹലോ. എപ്പോ? എന്താ ശോക? എന്താ നിനക്കൊരു വിഷമം പോലെ? എന്താ? എന്റെ മോള് പോയി മാഷ. എങ്ങോട്ട്? ആരോ കൂടെ ഒളിച്ചോടിപ്പോയി. ആരുടെ കൂടെ? ആരോ കൂടെ ഒളിച്ചോടിപ്പോയി. നീ വേജാറാവണ്ട, ഓളിങ് വരൂ. ഓള് കൂട്ടുകാരുടെ കൂടെ മാഷ്ക്ക് അങ്ങനെ പറയാ. എത്ര കഷ്ടപ്പെട്ടാ ഞാൻ ഓളെ പോറ്റിയത്. എന്താണ് ശോക? നോക്ക്, നീ ബേജാറാവണ്ട, ഓളിങ് വരൂ കേട്ടോ. നീ വെറുതെ കരഞ്ഞി ആളുകളെ കൂട്ടണ്ട. ഇനി ആരറിയാൻ? നാട്ടുകാർക്ക് അറിഞ്ഞു കാണും. അശോക, ഇതൊന്നും അറിഞ്ഞാൽ ഒരു ഇതല്ലടോ. ഇപ്പൊ സാധാരണ നാട്ടിൽ നടക്കുന്നതാ ഇതൊക്കെ. അങ്ങും നിങ്ങുന്നൊക്കെ ആളുകളൊക്കെ കാണും. ബഹളം ഉണ്ടാക്കണ്ട. വാ, വീട്ടിലേക്ക് വാ. ഓളിങ് വരും. ഞാനല്ലേ പറയുന്നത്. വാ.
വെറുതെ കുട്ടികളെ പോലെ ഓളിങ്ങ് വരും. ഓളേതോ കുട്ടികളുടെ കൂടെ പോയതായിരിക്കൂ. ബാ. ആ, ഇതാര് ഡോക്ടറോ? നിനക്ക് ഇങ്ങോട്ടുള്ള വഴിയൊക്കെ അറിയോ? അതെന്താ മാഷേ? മോൻ ഇങ്ങോട്ടൊന്നും വരാറില്ലല്ലോ, അതുകൊണ്ട് ചോദിച്ചു പോയതാ. മോൻ കയറിയിരിക്കെ. ഐശോ, ധാരാ വന്നെന്ന് നോക്ക്. അല്ല, ഇതാരാ മോനെ? മോനപ്പാ നാട്ടിൽ വന്നേ? കുറച്ച് ദിവസമായി ഉമ്മ. മോനിരിക്കേ, ഞാനിത് കുടിക്കാൻ എടുത്തിട്ട് വരാം. ആ, എന്താ വിശേഷം? അങ്ങോട്ട് കൊടുക്ക്. ആ പറ, ഇനി നീ കാര്യം പറ. ഐശോ, നീ അകത്തേക്ക് പോ. അവൻ എന്നോടെന്തോ സ്വകാര്യം പറയാനുണ്ട്. ചെല്ല്. ഇനി കാര്യം പറ. എന്താ? അത് എനിക്ക് മടിക്കാതെ കാര്യം പറ ഡോക്ടറെ. നിനക്ക് എന്നോട് എന്തും പറയാലോ. നമ്മൾ തമ്മിലുള്ള കുടുംബ ബന്ധം അങ്ങനെയല്ലേ. നിന്റെ അച്ഛനും ഞാനും തമ്മിൽ വലിയ സുഹൃത്തുക്കളാ. കൂടപ്പിറപ്പുകളെ പോലെയല്ലേ ഞങ്ങൾ കഴിയുന്നത്. കാര്യം പറ. എനിക്ക് ഒരു കല്യാണം കഴിക്കണായിരുന്നു. ഇതെത്ര വലിയ തെറ്റാ. ഇതിനാ നീ ഇങ്ങനെ നാണിക്കുന്നത്? അതിരിക്കട്ടെ, ആരാ ഊറി? ടൗണില. മാഷിക്ക് അറിയാൻ വഴിയില്ല. വലിയ കാശുകാരാ. പ്രേമിച്ചിട്ടാണോ അതോ? പ്രേമ. അവളുടെ അച്ഛൻ ഈ വിവാഹത്തിന് സമ്മതിക്കില്ല. എന്റെ അച്ഛന് സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല. കാശുകാരാണെങ്കിൽ നിന്റെ അച്ഛന് എതിർക്കാൻ സാധ്യതയില്ല. അതല്ല പ്രശ്നം, അവര് വേറെ സമുദായ. ഇത് നിന്റെ അച്ഛൻ സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല. കാരണം നിന്റെ പെങ്ങള് ഒളിച്ചോടിപ്പോയതിന്റെ വിഷമം മോനിപ്പോ തീർന്നിട്ടില്ല. അതിൻ്റെ ഇടക്ക് ഇങ്ങനൊരു വക്കാലത്തുമായി ചെന്നാൽ അവൻ എന്നെ കടിച്ചു കയറും, അത് ഉറപ്പാ. മാഷല്ലാതെ വേറൊരു വഴി എനിക്കില്ല. മാഷ് പറഞ്ഞ അച്ഛൻ സമ്മതിക്കും, എനിക്ക് ഉറപ്പുണ്ട്. ഞാൻ പറഞ്ഞു നോക്കാം. മാഷ് എനിക്ക് ഉറപ്പ് തരണം. ഉറപ്പിച്ചോളൂ. അയച്ചോ. ഇനി എന്തെടുക്ക അവിടെ? ഇങ്ങോട്ട് വാ, നമ്മൾ ഡോക്ടർ മോൻ പോവാ മോനെ. ഇടക്കിടക്കല്ലേ ഒന്ന് ഇങ്ങോട്ട് വരണേ. നോക്കാമ്മ. ആയിക്കോട്ടെ. ഓൻ എന്തിനാ വന്നോന്നറിയാം. ഓനൊരു കുട്ടിയെ കണ്ടുവച്ചിട്ടുണ്ട്. ആ കാര്യം അച്ഛനോട് പറയാനാ. പാവം. ഹലോ. ആ അതെ, ഞാൻ കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി വന്നതാ. ആ, അക്ഷയന്റെ കല്യാണം മിനിഞ്ഞാന്ന് കഴിഞ്ഞു. ഒളിച്ചോടി പോന്നതല്ലേ, ആരോട് പറയാനൊന്നും സമയം കിട്ടിയില്ല. ആ ശരി ശരി, വരട്ടെ. മോനാണെന്നില്ലേ? ഇല്ല, അവളോ? അവള് കുളിക്കുക. ആ പിന്നെ ഇങ്ങള് പോരുമ്പോ അനന്തന്റെ മില്ലിൽ നിന്ന് കുറച്ച് നല്ല വെളിച്ചെണ്ണ വാങ്ങണേ. ഇന്നലെ കടയിൽ നിന്ന് വാങ്ങിയ വെളിച്ചെണ്ണ ഒന്നിനും കൊള്ളൂല. എനക്കാകെ ചൊറിച്ചിൽ വരുന്നുണ്ട്. എന്താ പ്രശ്നം? നിങ്ങളെ ഫാദർ തന്നെ. എന്തു പറ്റി? അയാൾ രാവിലെ തന്നെ ലോട്ടറിയും കൊണ്ട് ഇറങ്ങിയിട്ടുണ്ട്.
പോയോ? ആ പോയി. നിങ്ങൾ എനിക്ക് വാക്ക് തന്നതാ നമ്മുടെ കല്യാണം കഴിഞ്ഞാല് അയാൾ ഈ പണിക്ക് പോകൂല എന്ന്. എനിക്കിവിടെ അധികകാലം താമസിക്കാൻ പറ്റുമെന്നൊന്നും തോന്നുന്നില്ല. ഒരുമാതിരി കോഴിക്കൂട് പോലുള്ള വീടും റബ്ബർ പോലത്തെ ദോശയും അടുത്തു. നീ രാവിലെ തന്നെ ഉടക്കാൻ വരല്ലേ? ഞാൻ നിന്നോട് ആദ്യം പറഞ്ഞല്ലേ അച്ഛനൊരു സാധാരണക്കാരനാണ്. ഒക്കെ ശരി തന്നെ, പക്ഷെ അയാളുടെ ഈ പോക്കൊന്ന് നിർത്തിക്കൂടെ? പല പ്രാവശ്യം പറഞ്ഞല്ലേ, നിനക്കെന്താ അറിയില്ലേ? വൈകുന്നേരം വന്നാ ഒന്നുകൂടൊന്ന് പറഞ്ഞു നോക്ക്. നോക്കാം. അല്ലേ ഒന്ന് കുളിക്കണോ? ആ കുറച്ച് വെള്ളം എടുത്തേക്ക്. ആ വെക്കാം. അമ്മേ, അമ്മേ. അക്ഷയല്ലേ അത്? ആ അതെ. നീ ചെന്ന് നോക്കിക്കേ. അച്ഛൻ വന്നോ? ഉം, എവിടെ? അകത്തുണ്ട്. നല്ല ഫോമില. എന്താ മോളെ? കുടിച്ചിട്ട് വന്നിട്ടുണ്ട്. ആര്? അക്ഷയോ? ആ അയ്യോ മോനെ, എടാ ഇതെന്താ? അച്ഛാ, ഞങ്ങൾ പോവാ. എനിക്ക് നാളെ ജോലിക്ക് ജോയിൻ ചെയ്യണം. അവൾക്കും. ഞാൻ പോയിട്ട് വിളിക്കാം.
അശോകേട്ടാ, വയ്യാണ്ട് ഇങ്ങ് താ അശോകേട്ടാ, ഞാൻ കഴുകിക്കോളാം. വേണ്ട ശോഭ. നിങ്ങൾ വിട്ടേ, ഞാൻ കഴുകിക്കോളാം. അത് കുഴപ്പമില്ല. എല്ലാരും പോയില്ലേ? ആ പോയി. ഉച്ചയ്ക്ക് നിങ്ങൾ അങ്ങോട്ട് വരണേ. അല്ലെങ്കിൽ വേണ്ട, ചോറും കറി ഞാൻ ഇങ്ങോട്ട് കൊണ്ടുപോകാം. വേണ്ട ശോഭ, ഞാൻ ഹോട്ടലിൽ നിന്ന് കഴിച്ചോളാം. എല്ലാ ദിവസവും ഇങ്ങനെ പുറത്തുനിന്ന് കഴിക്കാൻ കഴിയും? അല്ല, അശ്വതി വിളിച്ചായിരുന്നോ? വിളിച്ചു. ഓക്ക് ഇങ്ങോട്ട് വരാൻ സമയമില്ല. എന്തെങ്കിലും തിരക്ക് കാണും. അല്ല, മോനിപ്പോ പോയിട്ട് അവന് വല്ല അത്യാവശ്യം ഉണ്ടായിരുന്നു? അവനും തിരക്ക. അന്യ സ്ഥലത്ത് ജോലി ചെയ്യുന്നല്ലേ, ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. എന്നാലും നളിനി ചേച്ചി പോയ നിങ്ങളങ്ങ് ഒറ്റപ്പെട്ടു പോയി. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ശോഭ. ഓള് പോയത് എന്റെ 2 കണ്ണു പോയി. അശോകനല്ലേ? അശോക, അശോക, ഹലോ. ഹലോ, അക്ഷയല്ലേ? അതെ, ഞാൻ മൊയ്തു മാഷാ. ആ മനസ്സിലായി. ഞാനൊരു വിവരം പറയാൻ വിളിച്ചതാ. എന്താ മാഷേ? നിന്റെ അച്ഛന് തീരെ സുഖമില്ല. എന്തു പറ്റി? ഒരു വയ്യായ്മ. ഡോക്ടർ ഒന്നും കാണിച്ചില്ലേ? കാണിച്ചു, പക്ഷേ നിങ്ങൾ ആരെങ്കിലും ഒന്ന് ഇങ്ങോട്ട് വന്നെങ്കിലും നന്നായിരുന്നു. ഞാനിപ്പോ തിരക്കില്ല, നല്ല ജോലി തിരക്കാ ഇപ്പൊ. അശ്വതി ഒന്ന് വിളിച്ചു നോക്ക്. അശ്വതിയെ ഞാൻ വിളിച്ചു, പക്ഷേ അച്ഛന് നിന്നെ കാണണമെന്ന് ഒറ്റ നിർബന്ധം. മാഷേ, ഞാനിപ്പോ എങ്ങനെ വരാനാ? എനിക്ക് പറ്റെങ്കിൽ ഒന്ന് വന്നിട്ട് പോ. ഇവിടെ നിന്നൊന്ന് മാറി നിൽക്കാൻ പോലും സമയമില്ല ഇപ്പോ. ഒരു ഹോം നേഴ്സിനെ ഏർപ്പാട് ചെയ്തൂടെ? അതിനെപ്പറ്റി ഞാൻ ആലോചിക്കുന്നുണ്ട്. പിന്നെ ഏതാ, ഞാൻ അശ്വതിയെ ഒന്ന് വിളിക്കട്ടെ. ആ ശരി. എന്താ ഹലോ. ആ മോളെ അശ്വതി, ഞാനാ മോളെ മൊയ്തു മാഷ്. ആ മാഷെ പറയൂ. മോളെ, അച്ഛന് നല്ല സുഖമില്ലടോ. എന്താ പറ്റിയേ? എന്തോരോ ഒരു വല്ലായ്മ അവന്. ഇപ്പൊ എന്താ ചെയ്യാ? എനിക്ക് വരാനൊക്കത്തില്ലല്ലോ. മാഷൊരു കാര്യം ചെയ്യോ, അക്ഷയൊന്ന് വിളിച്ചു നോക്കുവോ? അല്ലാ,
വന്നിട്ടില്ലപ്പാ. സമയത്തിനൊന്നും അതെ അല്ല അതെ വരുന്നുണ്ട്. നമ്മളെ എന്താ ചെയ്യുന്ന കുറച്ച് കാര്യമൊന്നും മക്കളെ കൊണ്ട് ഒരു ഉപകാരമായിരിക്കും ഉണ്ടാവില്ല കേട്ടോ. എന്താ മറുപടിയെ അങ്ങനെ പോയ മനുഷ്യനെ മക്കളെ വീരറിയിക്കണേ. എന്നെ അറിയിക്കണം വേണ്ടേ? എന്നാ രണ്ടാളെയും വിളിച്ച് പറഞ്ഞേക്കാം. ആയിക്കോട്ടെ. ഹലോ ഹലോ അക്ഷയല്ലേ? അതെ. ഇത് ഞാനാ മോനെ മാറോളിയാ. അച്ഛന് ലേശ സീരിയസാ. ഇന്നെ ഒന്ന് കാണണമെന്ന്. നിങ്ങളോട് ഞാൻ ആദ്യം പറഞ്ഞല്ലേ ഇത്തരം കാര്യങ്ങളൊന്നും പറഞ്ഞ് എന്നെ വിളിക്കരുതെന്ന്. ഇനിയിപ്പോ എന്തെങ്കിലും സംഭവിച്ചാൽ തന്നെ നിങ്ങൾ എന്താ വെച്ചാൽ ചെയ്തോ. കട്ട് ചെയ്ത് കളഞ്ഞ് അശ്വതീനൊന്ന് വിളിച്ച് നോക്കട്ടെ. ഹലോ ഹലോ അശ്വതിയല്ലേ? അശ്വതിയല്ലേ? ആ ആ ഞാനാ മോളെ മാറോളിയാ. മാറോളിയാ അച്ഛനെ ഇല്ല. ഇനി ആരെയും കാത്തു നിൽക്കണ്ട. ചിതയ്ക്ക് ആരാ തീ കൊളുത്തുക? അത് നമ്മളെ പിന്നെ ഇവിടുത്തെ അശോകന്റെ മരിച്ചുപോയ സഹോദരിയുടെ മകനുണ്ട്. അവനെ കൊണ്ട് നമുക്ക് ചിതക്ക് തീ വെച്ചൂടെ? അതാ നല്ലത്. വേറെ എന്താ വഴി? തീറ്റിപ്പോറ്റ മക്കൾക്ക് അച്ഛൻ്റെ വായ്ക്കരിയിടാൻ നേരില്ലെങ്കിൽ പിന്നെന്താടോ മറുപടി ചെയ്യുക? ആ ഒരു വഴിയുമില്ല. അവൻ്റെ ഒരു ആ അത് നടക്കട്ടെ. ആരാണ് ഭാഗ്യവാൻ ആരാണ് ഭാഗ്യവതി എന്ന് ആർക്കും മുൻകൂട്ടി പ്രവചിക്കാൻ കഴിയില്ല. ഒന്നാം സമ്മാനം 25 കോടി, രണ്ടാം സമ്മാനം 20 കോടി, മൂന്നാം സമ്മാനം 10 കോടി. ഭാഗ്യദേവത നിങ്ങളെ മാടി മാടി വിളിക്കുകയാണ്. വരൂ സുഹൃത്തെ, മടിച്ചു നിൽക്കാതെ കടന്നു വരൂ. നാളെയാണ് നാളെയാണ് നാളെയാണ്, മടിച്ചു നിൽക്കാതെ മാറി നിൽക്കാതെ കടന്നു വരൂ.